I want a celebrity on the stage. I think it is better to our chief guest, additional district judge, Prashant sir. Please come on stage. Where is the chair? Chair. അവിടെ വേണം. അവിടെ ആകുമ്പോൾ കുറച്ച് തണുപ്പ് കിട്ടും. സർ ഏണിയും പാമ്പും ചെറുപ്പത്തിൽ കളിച്ചിട്ടുണ്ടോ? ഏണിയും പാമ്പും ഇപ്പോഴും ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഡൈസാണ് അല്ലേ? ഹലോ സർ, ഈ ഡൈസ് ഈ ഗ്ലാസ്സിലിട്ട് ഇതിനകത്ത് കമഴ്ത്തിയാൽ ഒരു നമ്പർ തീർച്ചയായിട്ടും കിട്ടും അല്ലേ? എത്രയാതിപ്പോ എത്രയിപ്പോ കിട്ടിയത്? 2. മയക്കില്ല. ഒന്ന് മയക്കി ശരി. ഓക്കെ ഓക്കെ. അങ്ങനെ എത്ര പ്രാവശ്യമാണ് നമുക്ക് അത് ചെയ്യാം അല്ലേ സർ? ഞാൻ സാർ ഒന്നുകൂടി ചെയ്തോളൂ. എത്രയാണ് അറിയില്ല. ഒന്ന് നോക്കി പറഞ്ഞോളൂ. 5. ഇനി സാർ 2 പ്രാവശ്യം ഡൈസ് ട്രൈ ചെയ്തു. 2 നമ്പറാണ് വന്നത്. ഒരിക്കലും നമ്മൾ വിചാരിച്ച പോലെ നമ്പർ വരാൻ ഒരു ചാൻസും ഇല്ല അല്ല സാർ? സാറ് ഒരു പെന്നും പെൻസിൽ ഒരു പീസ് ഓഫ് പേപ്പർ ഞാൻ തരാം. ഈ പരിപാടിക്ക് ഒരു സഹായി പറ്റില്ല, അതുകൊണ്ടാണ്. പ്രശാന്ത് സാറ് ഒട്ടേറെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. യാത്ര വളരെ ഇഷ്ടമാണ്. ഫേസ്ബുക്ക് നോക്കിയാൽ കാണാം. ഇന്ന് ഗോവയാണെങ്കിൽ നാളെ മറ്റൊരു സ്ഥലം അല്ലേ? അങ്ങനെയാണ്. ഇതല്ല ഞാൻ പറയാം. അല്ല ഞാൻ നോക്കിക്കൂടാ. ഞാൻ സാറിനെ കൊണ്ട് എഴുതിപ്പിക്കില്ല, പോരെ. ഞാനൊരു പേപ്പറും ഒരു പെന്നും കൊടുത്തു എന്നേ ഉള്ളൂ, വേറൊന്നുമില്ല. സാറ് ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് ഉണ്ടല്ലോ, ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം, ഇനി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം സാറ് മനസ്സിൽ വിചാരിച്ചു. ഇന്ത്യക്കകത്താണോ പുറത്താണോ? മൈക്കില്ലാതെ വലിയ പ്രശ്നം. ആ മൈക്കൊന്നും ശരി. ഇന്ത്യക്കകത്താണ്. ഇന്ത്യക്കകത്താണ്. കേരളത്തിലെ അല്ലെങ്കിൽ പുറത്ത്? കേരളത്തിന് പുറത്താണ്. എന്നാൽ സർ ഞാനത് എഴുതാം. എൻ്റെ മനസ്സിൽ ഒരു സാർ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലം വന്നിട്ടുണ്ട്. സാർ പോകാൻ ഉദ്ദേശിക്കും. ജസ്റ്റ് ഓൺ ടച്ച് ചെയ്തോളൂ. യെസ്, എഴുതട്ടെ. ഇത് ശരിയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് എനിക്ക് തരുമോ? തീർച്ചയായും.
സാറ് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തിന്റെ പേര് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇത് ഒന്നാമത്തെയാണ് അല്ലേ? അതിലൊരു നമ്പർ ഇട്ട് വെക്കാം. ഫസ്റ്റ് ചോദ്യമാണ്. ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ് സാർ, എവിടെയാണ് ആ സ്ഥലം? തവ, അരുണാചൽ പ്രദേശ്. തവ അരുണാചൽ പ്രദേശ്. തവ എന്ന സ്ഥലം, THAVA, തവാങ്. ഓക്കെ സാർ, എന്താണ് ഇവിടെ പ്രത്യേകത? ഏറ്റവും മികച്ച പ്രകൃതിയുള്ള ഏറ്റവും ശാന്തമായ അന്തരീക്ഷമുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ അതാണ് സാർ അത് തിരഞ്ഞെടുത്തത്. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ ഒരു സ്ഥലത്ത് നമുക്കും സാറിന്റെ കൂടെയോ അല്ലാതെയോ പോകാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ. സാർ ജീവിതത്തിൽ ഒരുപാട് വ്യക്തികളെ കണ്ടിട്ടുള്ളതാണ്, ഒരുപാട് ആൾക്കാർ പരിചയപ്പെട്ടിട്ടുള്ളതാണ്, ഒരുപാട് സഹായങ്ങൾ സാറിന് ഒരു പക്ഷേ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തി സാറിന്റെ മനസ്സിൽ വിചാരിച്ചു? സഹായം ചെയ്തവരായിട്ട് അല്ല, ആരായാലും താങ്കൾ എപ്പോഴും ഓർക്കുന്ന ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും നല്ല ഒരു വ്യക്തിത്വമുള്ള ഒരു മനസ്സിന്റെ ഉടമയായി താങ്കൾ മനസ്സിൽ വിചാരിച്ചു? അഡ്വക്കേറ്റ് പ്രൊഫഷൻ രംഗത്തിൻ്റെ ആളാണോ? അല്ല, പുറത്താണോ? അത് കുടുംബക്കാരനാണോ? അല്ല, മറ്റുള്ളവരാണോ? കുടുംബക്കാരാണ്. അതേ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു വ്യക്തി എന്ന രീതിയിലാണ് അദ്ദേഹത്തെ ഓർത്തത്. ബന്ധുവാണ് അല്ലേ? ജസ്റ്റ് ടച്ച്. സാറിന്റെ മനസ്സിലുള്ള ആ ഒരു വ്യക്തി ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടപ്പോഴൊക്കെ ഒരു കൈ പിടിച്ചുയർത്താൻ എന്ന രീതിയിലൊക്കെ അദ്ദേഹം മനസ്സുകൊണ്ട്, മറ്റും പണം കൊണ്ടല്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും സാറിനോട് ഒരു സ്നേഹം പ്രകടിപ്പിച്ച ആളാണ് അല്ലേ? അല്ലേ സാർ? റൈറ്റ്. ഞാൻ എഴുതിക്കോട്ടെ എന്നാല്. ഇദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ അല്ലേ? ജീവിച്ചിരിപ്പില്ല, മാറിപ്പോയി. ഒരു സംശയമുണ്ട്, തെറ്റിപ്പോയാൽ ക്ഷമിക്കണം. എനിവേ, ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്പർ 2. ഈ ഡൈസ് ഇതുപോലെ ഒന്ന് കുലുക്കിയിട്ട് ഇതിന്റെ മുകളിൽ വെച്ചോളൂ. എന്നെ കാണിക്കരുത്, അടച്ചു പിടിച്ചിട്ട് ഒരു കാര്യം ചെയ്തു, അടച്ചു പിടിച്ചിട്ട് അങ്ങനെ വെച്ചോളൂ. യെസ്. ഇനിയാണ് ഏറ്റവും വലിയ കടമ്പ. സാറ് വെച്ച ഈ ഡൈസിന്റെ മുകളിലുള്ള നമ്പറാണ് ഞാൻ പറയേണ്ടത്. വെരി വെരി ഡിഫിക്കൽട്ട്. സാർ നേരത്തെ വിചാരിച്ച ആ വ്യക്തിയുണ്ടല്ലോ, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്നാണ് പറഞ്ഞത്. സാർ നിങ്ങൾ അങ്ങനെ ഒരാളെ ചിന്തിക്കാൻ എന്താ കാരണം? അവരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള്. ആരാണ് അദ്ദേഹം? എൻ്റെ ഗ്രാൻഡ് മദറാണ്. എന്റെ ഗ്രാൻഡ് മദർ. എന്താ പേര്? പാറുക്കുട്ടി. അവിടെ കിടക്കട്ടെ, വാറക്കുട്ടി അവിടെ കിടക്കട്ടെ. യെസ്, ഐ ബിലീവ് സോ. ഇനി സാർ ഈ ഗ്ലാസ് ജസ്റ്റ് പൊക്കിയത് ഇങ്ങനെ പൊക്കിയിട്ട് അവിടെ വെച്ചോളൂ. എന്നെ കിட்ட കാണിക്കരുത്, ഞാൻ അങ്ങനെ പുറത്ത് ഒന്ന് പോവാം. സാർ നമ്പർ മാത്രം ഒന്ന് നോട്ട് ചെയ്തോളൂ, എന്നെ കാണിക്കണ്ട, വെച്ചോളൂ. റൈറ്റ്. സാറിന്റെ മനസ്സിൽ ഇപ്പൊ ഒരു നമ്പർ ഉണ്ടല്ലോ, തെറ്റിപ്പോയി. ഞാൻ ഒന്നുകൂടി മാറ്റി എഴുതാം. 1 മുതൽ 6 വരെയുള്ള നമ്പർ എങ്ങനെയാണ് ഷുവറായിട്ട് എഴുതാൻ പറ്റുക? എന്റെ ഡ്യൂട്ടി ആരംഭിക്കുന്നു. സാറിന്റെ ഡ്യൂട്ടി സാർ നിർവഹിച്ചു. സാർ ഇത് റിസൾട്ട് അറിഞ്ഞിട്ട് പോയ പോലെ അല്ലേ? ഓക്കെ. സാറ് പോകാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ സ്ഥലം പറഞ്ഞല്ലോ. എൻ്റെ പ്രവചനം മിക്കവാറും ശരിയാവാൻ ഒരു ചാൻസുമില്ല. എങ്കിൽ കൂടി ഞാൻ ഒരു സ്ഥലത്തിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. സർ, ഇത് ശരിയാണ് നോക്കിയേ.
ശരിയാണ്. റൈറ്റ്? ഓക്കെ. പിന്നെ സാറിന് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാതെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അതുവരുടെ ഓർമ്മകളാണ്. അത് പാറുക്കുട്ടി അമ്മ അല്ലേ, അമ്മുമ്മയാണ്. ശരി, ഞാൻ എഴുതിയതൊന്ന് ശരിയാണ് നോക്കൂ സാർ. റൈറ്റ്? ശരിയാണ്. 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 ഇനി ഒളിച്ചു വെച്ചിരിക്കുന്ന ഈ രഹസ്യം നത്തിങ് ബട്ട് 6 കറക്റ്റ്? ശരിയാണ്. ശരി. റൈറ്റ്? 6 ആണല്ലോ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഇത്രയും പ്രഗത്ഭനായ ഒരു ജഡ്ജിനെ ഈ ഒരു ഷോനെ എന്നെ സഹായിക്കാൻ കിട്ടിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച് സർ.